ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് വണ്ടയ്ക്ക് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല കിടിലം വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകി എടുത്തതാണ്. കഴുകി തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതേപോലെ എടുത്തതിന് ശേഷം രണ്ടറ്റവും ഒന്ന് മുറിച്ച് കളയണേ. അപ്പോൾ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞ ശേഷം വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കുക. ഇതേപോലെ വട്ടത്തിൽ ഞാൻ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു തടിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ തീരെ നമ്മൾ വറവിനെല്ലാം ഉണ്ടാക്കുന്നത് പോലെയല്ല, അതിലും കൂടുതലായിട്ട് കുറച്ചൊരു തടിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതവിടെ നിൽക്കട്ടെ. ഇതിലേക്ക് കുറച്ചൊരു ഇൻഗ്രീഡിയൻസ് വേണം. ഇതിലേക്ക് ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിക്കുന്ന ചെറിയ ജാറാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഇതേപോലെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കുക. ഇതൊക്കെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തത് കൊണ്ടാണ് കുറച്ചെടുത്തിട്ടുള്ളത്. കൂടുതൽ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഒരു പിഞ്ച് ചെറിയ ജീരകം എടുക്കുക. അതേപോലെ തന്നെ ഒരു പിഞ്ച് വലിയ ജീരകം എടുക്കുക. അപ്പോൾ രണ്ടും കൂടി ഒരേപോലെ എടുക്കുക. ഇതേപോലെ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ നോക്കുക. അതിന് മുന്നേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇത് അരയേണ്ട ആവശ്യമില്ല. ഇതേപോലെ ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളായിട്ട് ഇതേപോലെ ക്രഷ് ആക്കിയിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. വെണ്ടയ്ക്ക ഓൾറെഡി വെള്ളം ഉണ്ടാവും മുറിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു വെണ്ടയ്ക്കയിലേക്ക് മിക്സ് ആക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച ആ ഒരു വെണ്ടയ്ക്കയിലേക്ക് ഞാൻ ഇത് മൊത്തം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ആഡാക്കാനുണ്ട്. മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. മക്കളുള്ള വീടുകളിൽ ശ്രദ്ധിച്ചും ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതേപോലെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് പത്തിരിപ്പൊടിയില്ലേ, പത്തിരിപ്പൊടി. അപ്പോൾ പത്തിരിപ്പൊടിക്ക് പകരം ഞാൻ കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പത്തിരിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം 2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കോൺഫ്ലവറോ അല്ലെ പത്തിരിപ്പൊടിയോ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾ കടലമാവ് എടുക്കുക. കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുക. കൂടുതൽ വെണ്ടയ്ക്ക് എടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കണേ. ഇതേപോലെ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പൊട്ടിപ്പോവാതെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേഗം ചുട്ടെടുക്കാനായിട്ട് നോക്കാം. ഞാൻ ആദ്യം തന്നെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിന്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. മൊത്തത്തിലേ ഇട്ട് കൊടുക്കരുത്. ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് വിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ 1 2 കൂട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ മുഴുവനായിട്ട് കുറേ വാരി ഇട്ട് കൊടുക്കരുത്. ഇതേപോലെ ആകുമ്പോഴാണ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൊത്തം ഈ ഒരു പാത്രത്തിലേക്ക് നിറയുന്നത് വരെ ഇട്ട് കൊടുക്കുക. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഒന്നിനോടൊന്ന് കൂട്ടിപ്പോവാതെ നോക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക.
വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ കൂടുതൽ വേവിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി കിട്ടും. നന്നായിട്ട് ഇതാ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത്, നല്ലൊരു ക്രിസ്പി ആകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അതാ എൻ്റെ ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ടായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതാ മൊത്തത്തിൽ ഇതേപോലെ കോരി മാറ്റാം. നല്ലൊരു അടിപൊളി ഒരു ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഞാനിത് ആദ്യത്തേത് മൊത്തം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കുക. നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഇതേപോലെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുമ്പം നമ്മളെ മക്കൾക്ക് നല്ലൊരു ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മളെ വെണ്ടയ്ക്ക ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക വട റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചൊട്ട വെണ്ടയ്ക്ക വട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്